മീനങ്ങാടിയിൽ ഒരു ചടങ്ങിന് പോയപ്പോ അവിടുത്തെ ഒരാള് പ്രഭാഷണം കഴിഞ്ഞതിന് ശേഷം തേൻ നെല്ലിക്ക കൊണ്ടുവരുത്തേന്ന് സൽക്കരിച്ച തേൻ നെല്ലിക്ക എന്ന് പറഞ്ഞ് കോഴിക്കോട്ടുകാർക്ക് അത്ര സുപരിചിതമല്ലാത്തൊരു സാധനമാണ്. സ്ഥലം വയനാടായതുകൊണ്ട് കൊണ്ടുവരാൻ പറഞ്ഞു 2 വലിയ തേൻ നെല്ലിക്ക. നെല്ലിക്ക വളരെ നേരം ദിവസങ്ങളോളം തേനിൽ ഇടുന്നു. ഈ തേനിന്റെ ശക്തി മുഴുവൻ നെല്ലിക്കയിൽ പിടിക്കുമെന്നാണ് പറയുന്നത്. ആദ്യമായിട്ട് നെല്ലിക്കയ്ക്ക് ഔഷധങ്ങളുടെ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് നെല്ലിക്ക. ശരീരത്തിന് അത്ര ഗുണം കിട്ടുന്ന വസ്തു ആണ്. നമ്മുടെ ചവനപ്രാശം ഉണ്ടാക്കുന്നത് നെല്ലിക്കയാണ് അതിൽ അത്യാവശ്യം ഉള്ളത്. നെല്ലിക്ക തൊടാതെ ചവനപ്രാശം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ അത് എവിടത്തെയാണെന്നൊന്നും പറയുന്നില്ല. നെല്ലിക്ക ഒട്ടുമില്ലാതെ ചവനപ്രാശം ഉണ്ടാക്കുന്നത് കേൾക്കുന്നവർക്ക് പറയാം നമ്മുടെ കടയിലതല്ലാത്ത നമ്മുടെ ഒറിജിനൽ നെല്ലിക്ക ഇന്ന സ്ഥലത്ത് വന്നാന്നൊക്കെ പറഞ്ഞാലും സത്യം അതാണ്. നെല്ലിക്കയ്ക്ക് പകരം തക്കാളിയുടെ പേസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. വേറെ ചില ബ്രാൻഡിൽ ഉരുളക്കിഴങ്ങാണ് ഉപയോഗിക്കുന്നത്. ഉരുളക്കിഴങ്ങ് ചിലവരുടെ കൈ വെക്കുന്ന പറ്റുന്നു. എന്തായിരുന്നാലും ശരി, സ്വതന്ത്രമായിട്ട് പറഞ്ഞാൽ നെല്ലിക്ക എന്നുള്ളത് വളരെ വലിയ ഔഷധം ആണ്. ചവനപ്രാശം തുടങ്ങിയൊന്നും ഞാൻ കഴിക്കാറില്ല, എനിക്ക് വിരോധമില്ല, ഞാൻ ഇതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല. പച്ച നെല്ലിക്ക അതും വെറും വയറ്റിൽ കഴിക്കുന്നത് ഒരു രോഗവും വരാത്ത പ്രതിരോധ ശക്തി നമുക്ക് കിട്ടും. നല്ല പ്രശസ്തി പോലെ കിട്ടും. അതിന് പച്ച നെല്ലിക്ക തന്നെ കഴിക്കും. ഇപ്പൊ ഒരു സംശയം വരുന്നു, തേൻ നെല്ലിക്കയാണല്ലോ കൊടുന്നു വരുന്നത്. ആ കൊടുന്നു വെച്ച വ്യക്തിയോട് ഞാൻ കൂടുതലൊന്നും ചെയ്തില്ല. തേനിലിട്ടതാണ് നെല്ലിക്ക. ഏറ്റവും ഔഷധ ഗുണമുള്ളതാണ് തേൻ. ശുദ്ധവൈദ്യത്തിലൊക്കെ ഏറ്റവും ഔഷധ ഗുണമുള്ളതിനെ പറ്റി പറയുമ്പോൾ അതിൽ തേനാണ്. ആയിരക്കണക്കിന് കിലോമീറ്റർ ഒരു തേനീച്ച സഞ്ചരിച്ച് ശേഖരിച്ചതാണ് പൂക്കളുടെ തേൻ. അതിന് പകരം വെക്കാൻ ഒന്നുമില്ല. ഇപ്പൊ കിട്ടുന്ന തേനിനെ കുറിച്ചൊന്നും പറയുന്നില്ല. എത്ര പൂക്കളുണ്ടെന്നും എത്ര തേനീച്ച ഉണ്ടെന്നും എങ്ങനെയാണ് തേനീച്ച ഇപ്പൊ തേൻ ശേഖരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ പുസ്തകമേ അല്ല. ഒരു കാര്യം തീർച്ചയാണ്, ശുദ്ധമായ തേൻ കിട്ടുന്ന സ്ഥലങ്ങൾ കുറവാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ ഇന്നോടത്തിലൊരു കടണ്ട് അവിടെ പരിശുദ്ധ തേനാണ് എന്നൊക്കെ പറയുന്നവരുണ്ടാവും. പറഞ്ഞോട്ടെ, ശുദ്ധമായ തേൻ ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ട്. ഒരു ശുദ്ധവൈദ്യന്റെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോ തേനെ കുറിച്ച് ആർക്കും ശുപാർശ ചെയ്യാറില്ല. അങ്ങനെ ശുദ്ധമായ തേൻ കിട്ടുന്നത് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ കിട്ടുന്ന തേൻ ഉണ്ടാക്കുന്നത് നമ്മൾ വിചാരിച്ച പോലെ അല്ല എന്നുള്ളതാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തേൻ എന്നുള്ളത് നമുക്കിപ്പോ കഴിക്കാൻ നിവൃത്തിയില്ലാതെ ആയിരിക്കും.
ഈ നെല്ലിക്ക ഈ തേനിലാണ് ഇടുന്നത്. ആദ്യമായിട്ട് തേൻ നെല്ലിക്ക എന്ന് ഞാൻ കേട്ട കാര്യം സിദ്ധവൈദ്യ മുഖത്ത് പലതും ഞാൻ പഠിച്ചു വന്നിരുന്ന കാലം. ഇത് രണ്ടും കൂടി ശരിയാവുന്നത്. കാരണം അതിനൊരു പ്രത്യേക സ്വാദ് കിട്ടുന്നത് നെല്ലിക്കയ്ക്ക് കവർപ്പാണ്. തേന് നല്ല മധുരവും. ഈ നെല്ലിക്ക ഈ തേനിനെ ചേർത്ത് പിടിപ്പിക്കും. ഇത് രണ്ടും കൂടി ചേർന്നപ്പോ നെല്ലിക്കയ്ക്ക് മധുരമായിട്ട് വരിക എന്നാണ് ആദ്യം ഞാൻ മനസ്സിലാക്കിയിരുന്നു, പഠിച്ചത്. പിന്നീട് ഒരു കാര്യം മനസ്സിലാക്കി, അങ്ങനെ തന്നെയാണ്. പക്ഷെ തേൻ നെല്ലിക്കയ്ക്ക് വളരെ ദിവ്യമായ ശക്തി ഉണ്ട്. ഇങ്ങനെയാണെങ്കിൽ പോലും യഥാർത്ഥ നെല്ലിക്ക ആയിരിക്കണം. നെല്ലിക്കയും ചാമ്പക്കയും കൂടി ചേർത്തിട്ട് വലിയ ഉണ്ട രൂപത്തിൽ കിട്ടുന്ന നെല്ലിക്കയ്ക്ക് പലപ്പോഴും നെല്ലിക്കയുടെ ഗുണം ഉണ്ടാകാറുണ്ട്. ഇത്ര വലിപ്പം നെല്ലിക്ക സാധാരണഗതിയിൽ ഉണ്ടാവില്ല. നാടൻ നെല്ലി അത് കിട്ടുന്നത് അപൂർവം ആണ്. ഈയിടെ ബാംഗ്ലൂരിന് കാണാൻ വന്നുള്ള ഒരു ദമ്പതിമാരി ഉഷാസുരേഷ് രണ്ടുപേരും കുറിച്ച് ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരും. വലിയ എവിടെയോ നല്ല നെല്ലിക്ക കിട്ടിയപ്പോൾ എനിക്കൊരു കിലോ വാങ്ങിക്കൊണ്ട് സമ്മാനിച്ചു. രണ്ട് രീതിയിൽ അതിനെക്കുറിച്ച് വാത്സല്യം തോന്നി. ഞാൻ ഇത് ഇഷ്ടപ്പെടുന്നതാണെന്ന് അവർ പറഞ്ഞുകൊണ്ടാണല്ലോ അവര് ബേക്കറി സാധനമൊന്നും വാങ്ങാതെ നെല്ലിക്ക, നല്ല നെല്ലിക്ക കഴിക്കണം. തേനും യഥാർത്ഥ തേനും ആവാം. എന്നാൽ പാരമ്പര്യ ഗ്രന്ഥങ്ങളിൽ കാര്യം നേരത്തെ ഞാൻ വിചാരിച്ച പോലെ നെല്ലിക്കയുടെ കവർക്ക് മാടി എന്നല്ല. നെല്ലിക്കയിലെ പ്രധാന സിദ്ധികളെ സാംശീകരിച്ചെടുക്കാൻ തേനിന് കഴിയുന്നു. തേനിലെ പ്രധാനപ്പെട്ട തന്മാത്രകളെ ശേഖരിക്കാൻ നെല്ലിക്കയ്ക്കും കഴിയും. രണ്ട് വസ്തുക്കൾ തമ്മിൽ ചേരാൻ പാടില്ലാത്ത വസ്തുക്കൾ, ഒരിക്കലും ചേരാൻ പാടില്ലാത്ത വസ്തുക്കൾ നമ്മൾ ചേർക്കുകയും കഴിക്കുകയും ചെയ്യുന്നുണ്ട് നിത്യജീവിതത്തിൽ. ആധുനിക ലോകത്ത് അതൊന്നൊരു പ്രശ്നമല്ല. അതൊക്കെ ഭക്ഷിച്ചെടുത്ത് കാഴ്ചശക്തി കുറയും, സംസാരിക്കാനുള്ള ശക്തി കുറയും, പ്രാണശക്തി കുറയും. പണം ചേരാൻ പാടില്ലാത്തതാണ് ചേർക്കുന്നത്. എന്നാൽ ചേർന്നാൽ 100 ഇരട്ടി ശക്തി കിട്ടുന്നതും ഇതിന്റെ കൂട്ടത്തിലുണ്ട്. എല്ലാത്തിനും ഒരേപോലെയല്ല. അതും ഇതും കൂടി ചേരരുത്, ഒരുമിച്ച് ചേർത്ത് കഴിക്കരുത്, ശരിയാണ്. പാലിൽ ചേർക്കാൻ പാടില്ലാത്തതുണ്ട്. അങ്ങനെ വിരുദ്ധാഹാരമായിട്ട് മാറുന്ന വസ്തുക്കൾ ഉണ്ട്. പക്ഷേ നെല്ലിക്കയുടെ പ്രത്യേകത, നെല്ലിക്ക തേനുമായിട്ട് ചേരുമ്പോൾ വല്ലാത്തൊരു കോമ്പിനേഷൻ സംഭവിക്കുന്നു. അത് ശരീരത്തിന് ഗുണമാണ് ചെയ്യുന്നത്. ആ തേൻ നെല്ലിക്ക എണ്ണം കുടിക്കുന്നത് നല്ല സ്വാദുണ്ടായിരുന്നു. നെല്ലിക്ക പറ്റിയൊന്നും ആ തന്ന ആളോടൊന്നും ചോദിച്ചില്ല. കുറച്ചും കൂടി നാടൻ നെല്ലിക്ക ആയിരുന്നെങ്കിൽ എന്ന് മനസ്സ് പറഞ്ഞു. പക്ഷെ ഒരു നല്ലൊരു ഭക്ഷ്യവസ്തു, അതിൽ നിന്നും എനിക്ക് പഠിക്കാൻ പറ്റിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചേരാൻ പാടില്ലാത്തതുണ്ട്. ചേരാൻ പാടില്ലാത്തതുണ്ടെങ്കിലും ചിലത് ചേരുന്നത് ഗുണം ചെയ്യും. നെല്ലിക്കയും ചെയ്യുന്നത് നല്ലൊരു കോമ്പിനേഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ പറ്റുന്നതിന് നമസ്കാരം.